ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനു മുന്നേ ഞാൻ ചെയ്തു വെച്ച വർക്കിൽ ബാക്കി ഡിസൈനും കൂടെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. അതിലൊരു സ്പെല്ലിംഗ് ആണ് ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ബാക്കി ഡിസൈനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് വരും ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വേറൊരു മെത്തേഡിലാണ് സ്പെല്ലിംഗ് ഞാൻ ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും ബിഗിനേഴ്സിനും കൂടെ, അതായത് സ്റ്റിച്ചിനെ എംബ്രോയിഡറിനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്ക് കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വർക്കാണ് കേട്ടോ ഈ സ്പെല്ലിംഗ് വർക്ക്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ടീഷർട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതിലായിരുന്നാലും, ഇപ്പോൾ ഡ്രസ് ചുരിദാറിലായിരുന്നാലും ഏതിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് പഠിച്ചതിന് ശേഷം വന്ന് ചെയ്യാം. അതല്ല, ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ടെടുക്കുക. ശേഷം ഒരു 1/4 ഇഞ്ച് നീളത്തിന് മുന്നോട്ട് സൂചി കുത്തി വെച്ചതിന് ശേഷം ഒറ്റയ്ക്ക് കിടക്കുന്ന ആ നൂല് സൂചിൻ്റെ അടിയിലൂടെ ലെഫ്റ്റ് ഭാഗത്തുനിന്ന്, അതായത് നമ്മുടെ ലെഫ്റ്റ് കൈയിൻ്റെ ആ ഭാഗത്തുനിന്ന് സൂചിൻ്റെ അടിയിലൂടെ എടുത്ത് പുറത്തോട്ട് വലിച്ചാൽ മതിയാവും. ഒരു ചെയിൻ സ്റ്റിച്ച് ക്രിയേറ്റ് ആവും. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ചെയ്തതിൻ്റെ അകത്തൂടെ തന്നെ, അതായത് നമ്മുടെ നൂല് എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്ത് തന്നെ സൂചി അകത്തൂടെ കുത്തിയിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ച് വീതിക്ക് നീളത്തിന് മുന്നോട്ട് സൂചി കുത്തിയതിന് ശേഷം സൂചിൻ്റെ അടിയൂടെ നൂല് വളച്ചെടുത്തതിന് ശേഷം സൂചി വലിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ സെക്കൻഡും ക്രിയേറ്റ് ആവും. അങ്ങനെ ഫുള്ളും ചെയ്തു പോയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിന് കൊടുക്കുന്ന കളർ ഏത് കളറായിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ സ്റ്റിച്ച് പുറത്ത് കാണത്തില്ല കേട്ടോ. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കി പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇത് വന്ന് ചെയ്താൽ മതിയാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നതാണ്, ഇതിൻ്റെ പേരാണ് ഓവർകാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാനും വലിയ പാടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബിഗിനേഴ്സിന് കൂടെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നൂലെടുക്കുമ്പോൾ ഡബിൾ ലെയറിൽ എടുക്കണം കേട്ടോ. ആദ്യത്തെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ നൂലെടുക്കുമ്പോഴും ഡബിൾ ലെയറിലാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതല്ല, ഇതിൽ കണ്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ഇതിൻ്റെ മേലെ ഇവിടെ അടുപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല. ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അടിയിലത്തെ ആ നൂല് പുറത്ത് കാണും. പിന്നെ അത് ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിക്ക്, അതിനാണ് ഞാൻ ഡബിൾ ലെയർ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനത്തെ രീതിക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് ഫുള്ളാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ സ്പെല്ലിങ് കറക്റ്റ് സൂപ്പറായിട്ട് സ്പെല്ലിങ്ങിൻ്റെ പണി അങ്ങ് തീർന്നു. ശേഷം ഞാനൊരു ഹാർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ലവിൻ്റെ ചിഹ്നം. അതിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ സ്റ്റിച്ച് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെയും ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി. ആ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് വന്നതിന് ശേഷം ഇതൊന്ന് ചെയ്താൽ മതിയാവും. ഇതിലൊട്ടും പാടില്ലാന്നേ, ഇതിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഹാർട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇത് കുറച്ചും കൂടെ പഫ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല പഫ് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ലെയർ നൂല് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ചെറുത് മതിയെന്നുണ്ടെങ്കിൽ സിംഗിൾ ലെയർ നൂല് മതിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.